പറ്റുന്ന സമയങ്ങളിലൊക്കെ മക്കളുടെ ലഞ്ച് ബോക്സ് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും അതിൽ കൂടുതൽ ഹെൽത്തി ആയിട്ടും കൊടുത്തുവിടാൻ ഞാൻ മിക്കപ്പോഴും ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ രാവിലെ ഇവിടുന്ന് വല്ലതും കഴിച്ചാലായി. എന്താണെന്ന് വെച്ചാൽ മദ്രസയിൽ നിന്ന് വന്ന് തിരക്കിട്ടൊരു ഓട്ടം അല്ലേ സ്കൂളിലേക്ക്. അപ്പോൾ ആ ഒരു സമയത്ത് അവർ മര്യാദയ്ക്കൊന്നും ഫുഡ് കഴിക്കാനുള്ള സമയം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഉച്ചയ്ക്കുള്ള ഈ ഒരു ലഞ്ച് മാത്രമേ അവർ കഴിക്കുന്നുള്ളൂ. വൈകുന്നേരം 5:30-6 മണിയൊക്കെ ആവും വീട്ടിലെത്താൻ. എല്ലാ ദിവസവും ഇല്ലെങ്കിലും മിക്കവാറും ദിവസങ്ങളിലും അവരുടെ ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കി കൊടുത്തു വിടാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ അതുപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതെല്ലാവരും ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് തന്നെയാണ്. അപ്പോൾ ഞാനിതാ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പിന്നെ ഒരു ചെറിയ പീസ് ഉള്ളി പിന്നെ ക്യാരറ്റ് ബീൻസ് ഇത്രയും വെജിറ്റബിൾസ് എടുത്തിട്ട് ചെറുതാക്കി ചോപ്പ് ചെയ്ത് അതൊന്ന് വഴന്ന് വന്നതിലേക്ക് ഇതാ 2 എഗ്ഗും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ എഗ്ഗ് ഒന്ന് ചിക്കിയെടുത്തതിന് ശേഷം ഞാൻ രാവിലെ കറി വെക്കാനായിട്ടുള്ള ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്, ഗ്രീൻ പീസ് മാത്രം. ഇനി കുറച്ച് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയാ സോസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം സോസിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് അതിനനുസരിച്ചിട്ട് മാത്രം ചേർക്കുക. പിന്നെ വേവിച്ച് വെച്ച നമ്മളെ റൈസ് ഉണ്ടല്ലോ, ബസ്മതി റൈസ്, അതും കൂടെ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ സിമ്പിളായിട്ടുള്ള നമ്മളെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാദാ ചോറും കറിയും കൊടുത്തു വിട്ടാൽ അതിൽ വെജിറ്റബിൾ ഉപ്പേരിയൊക്കെ വെച്ചാൽ കുറച്ച് മാത്രം തിന്നിട്ട് ബാക്കി വെജിറ്റബിൾസ് അതുപോലെ തിരിച്ചു കൊണ്ടുവരും കേട്ടോ. ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്താൽ കഴിക്കും. അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാൻ മിക്ക കുട്ടികൾക്കും മടിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഫ്രൈഡ് റൈസിലോ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ അതിൽ നിന്നെടുത്ത് മാറ്റൂല, അതങ്ങനെ അങ്ങ് കഴിച്ചോളും. അതിന് സൈഡായിട്ട് ഞാനൊരു നല്ല പുതിന ചമ്മന്തിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് ബോക്സ് വിശേഷം ഇത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ദോശയും അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയില്ലേ അതുമാണ് ആക്കിയത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോക്കുള്ള ലൈക്കും കമൻറ്റും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.